ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വൈറൽ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിക്കാം, അതുപോലെ ഫോറക്സ് മാർക്കറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 5 EMA വെച്ചുള്ള സ്ട്രാറ്റജിയാണ്. നിങ്ങളിത് പല വീഡിയോകളിലും കണ്ടും പല ആളുകളുടെ യൂട്യൂബ് ചാനലുകളിലും ഈ ഒരു EMA സ്ട്രാറ്റജി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല, ഞാനതിൻ്റെ ബോട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആൽഗോ സെറ്റ് ചെയ്തിട്ടുണ്ട് MT5ലേക്ക് വേണ്ടിയിട്ടുള്ളത്. അത് ഞാൻ ലാസ്റ്റ് പറയാം എങ്ങനെയാണെന്ന്. അതിനു മുമ്പ് സ്ട്രാറ്റജി ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറക്സിൽ ഗോൾഡ്, ഫോറക്സ് കറൻസീസ്, പിന്നെ വരുന്നത് നമ്മുടെ ക്രിപ്റ്റോ, അത് എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. 5 EMA വെച്ചുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സുഭാഷിഷ് എന്ന് പറയുന്ന ആള് പവർ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ പവർ ഓഫ് സ്റ്റോക്സ് എന്ന യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അത് റിവീൽ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിനെ കുറിച്ചുണ്ട്. നല്ല വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പല വീഡിയോസുകളിൽ നിന്നും കിട്ടും. ഒരുപാട് ബാക്ക് ടെസ്റ്റ് റിസൾട്ട് കിട്ടും. ഇതിൻ്റെ ഒരു പോരായ്മ ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിത് മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മളിത് നോക്കി നമുക്ക് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷെ അത് നമ്മളിത് റിയൽ ടൈം ചെയ്യുമ്പോൾ നമ്മളത് ചാർട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഉപരിയായി നമുക്കതൊരു ആൽഗോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബോട്ട് EA സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് വേർഷനും അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ EAകളും അല്ലെങ്കിൽ ബോട്ടുകളും ഞാൻ എൻ്റെ റെഫറൽ എടുത്ത് എൻ്റെ റെഫറൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി XNSൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ XNS നിന്ന് എൻ്റെ റെഫറിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ലഭിക്കും. അതുപോലെ തന്നെ സ്റ്റാർട്ടറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇനി അൽപ്പാരിലാണെങ്കിൽ അതിലും ഉള്ളവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രാറ്റജി എന്തെന്ന് പറയാം, അതിനുശേഷം എന്ത് ചെയ്യാം, ആൽഗോ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് 5 EMA വെച്ച് നമുക്ക് ആദ്യം ഗോൾഡിൽ നോക്കാം. മറ്റുള്ള BTCയിലും അതുപോലെ തന്നെ ഏത് കറൻസിയിലാണെങ്കിലും വർക്ക് ചെയ്യുന്നതാണ്. ഇതിന് 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് ബൈയിങ്ങും സെല്ലിങ്ങിനും രണ്ടും സെപ്പറേറ്റ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ബൈ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈം ഫ്രെയിമും സെല്ല് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ ആൽഗോ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് മൂവിങ് ആവറേജ് EMA നടിച്ചു കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ എന്ന് കാണാം. അത് ആഡ് ചെയ്യുക നമ്മുടെ ചാർട്ടിലേക്ക്. അതിനുശേഷം നമ്മൾ ഇത് സെറ്റിങ്സ് നോക്കിയ ശേഷം EMA 5 ആണ് വേണ്ടത്, ക്ലോസ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റൈലും ആണെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റൈലും ആണെങ്കിൽ നമുക്ക് റെഡ് കൊടുക്കാം, കുറച്ച് കട്ടിയോ കൂട്ടിയിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ ബ്ലൂ തന്നെ കൊടുക്കാം. ബ്ലൂ ആണ് കാണാനൊന്നും കൂടി നല്ലത് തോന്നുന്നത്. ഓക്കെ, ബ്ലൂ കൊടുക്കാം. ഇതാണ് 5 EMA. അപ്പോൾ നമുക്ക് ആദ്യം സെല്ലിംഗ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. സെല്ല് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആവണം. സെല്ലിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഫ്രെയിം 5 മിനിറ്റ് ആവണം. അതുപോലെ തന്നെ ഒരു നമുക്ക് ഈ EMAക്ക് മുകളിലാവണം നമ്മുടെ ഈ പ്രൈസ് ഉള്ളത്. പ്രൈസ് ഇപ്പോൾ EMAക്ക് മുകളിലാവണം. നമ്മൾ സെല്ലിംഗ് കണ്ടീഷൻ മെറ്റാവണം എന്നുണ്ടെങ്കിൽ EMAക്ക് മുകളിലാവണം നമ്മുടെ പ്രൈസ്. അതുപോലെ തന്നെ EMA ടച്ച് ചെയ്യാതെ ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടണം. ഇതുപോലെ EMA ടച്ച് ചെയ്യാത്ത ഒരു ക്യാൻഡിൽ 5 മിനിറ്റിൽ ക്യാൻഡിൽ നമുക്ക് വേണം. അങ്ങനത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലോ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എൻട്രി പോയിന്റ്. എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ സെല്ലെടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇതിന് ക്ലോസ് ചെയ്ത് ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ ക്യാൻഡിൽ എടുക്കൂല. നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി മുകളിൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻ മെറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ലോ ബ്രേക്ക് ചെയ്തില്ല. നമ്മൾ നേരെ നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കുന്നത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, അതിനും എടുത്തില്ല. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ എടുത്തു, ഇവിടെ ഇതെടുത്തു, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. അതിനുശേഷം വേറെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ കളർ നമ്മൾ നോക്കുന്നതല്ല കേട്ടോ. കളർ ബുള്ളിഷാണോ ബിയറിഷാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് EMA ടച്ച് ചെയ്യാതെ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രിയോ ആക്റ്റീവ് ആയിട്ടുണ്ട്, പക്ഷെ അത് SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് SL ഉണ്ടാവും, SL ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് അതുപോലെ ടാർഗറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1:3 ആണ് മിനിമം. നമ്മൾ 1:3 എങ്കിലും എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആൽഗോ സെറ്റ് ചെയ്തപ്പോൾ 1:2 ഫസ്റ്റ് ഹാഫ് ക്വാണ്ടിറ്റിയും ബാക്കിയുള്ളത്
1:3 1:4 ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു SL അടിച്ചു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇത് SL അടിച്ചു. ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ എടുത്തു, EMA ടച്ച് ചെയ്തിട്ടില്ല. ഈ ക്യാൻഡിൽ എടുത്തു, അതിന്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. നെക്സ്റ്റ് ഇതെടുത്ത് അതിന്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. നെക്സ്റ്റ് ഇവിടെ എടുത്ത് അതിന്റെ ലോ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് എന്തായി പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് SL ഇതിന് മുകളിലാണ് വരിക. അതിനുശേഷം 1:3 എന്ന് പറയുമ്പോൾ ഇവിടെ 1:3 ഇവിടെ വരിക. ഓക്കെ, നമ്മൾ ടാർഗറ്റ് അച്ചീവ് ആയി. ഇനിയിപ്പോൾ 1:2 എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ 1:2 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും 1:2. അപ്പം ഞാൻ സെറ്റ് ചെയ്ത് ആൽഗോ സെറ്റ് ചെയ്ത് ബോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 1:2 ഫസ്റ്റ് എടുക്കും. അതിനുശേഷം നമ്മുടെ എടുത്ത ഈ ഒരു എൻട്രി ഉണ്ടല്ലോ അത് നേരെ കോസ്റ്റിലേക്ക് ബ്രേക്ക് ഈവൻ ഓട്ടോമാറ്റിക് ആവും. നമ്മളൊന്നും ചെയ്യേണ്ട, ഈ ആക്റ്റീവ് ആക്കിയാൽ മതി. ആക്റ്റീവ് ആക്കിയ ശേഷം ഈ ബാക്കിയെല്ലാം ബോട്ട് എടുത്തോളും. അപ്പോൾ ഈ ഒരു എൻട്രി എടുക്കും. അതിനുശേഷം വന്നിരിക്കുന്ന ബാക്കിയുള്ള ക്വാണ്ടിറ്റി 50% ഇവിടെ ക്ലോസ് ആവും. ബാക്കിയുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക് എന്താവും, ഇവിടെ സ്റ്റോപ്പ് ഇവിടെ കോസ്റ്റിലേക്ക് മാറും. അതിനുശേഷം 1:3. അപ്പോൾ നമുക്ക് ഇനി താഴെ മേലേക്ക് വന്ന് അടിച്ചാൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. 1:2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1:2 അടിച്ചു. അപ്പം മാനുവലാക്കി എടുക്കുന്ന ആളാണെങ്കിൽ 1:2 മാത്രം എടുക്കുന്ന ആളെ എടുത്തു. നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ആ ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എൻട്രി എടുത്തു. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്ന് മുകളിലാണ്. ഇവിടെയും നമുക്ക് 1:3 1:4 ഒക്കെ 1:4 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാൻഡിൽ ബേസ് ആണ് നമുക്ക് കിട്ടുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ SL ഉണ്ടാവും. അതുപോലെ തന്നെ SL ചെറുതായിരിക്കും. നമുക്ക് ടാർഗറ്റ് 1:3 1:2 ഒക്കെ ലഭിക്കുന്ന ടാർഗറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ട്രേഡ് ഇവിടെയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് എൻട്രി കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോന്നും അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, EMAക്ക് മുകളിലാവണം പ്രൈസ്. സെല്ലിങ്ങിന് EMAക്ക് മുകളിലാവണം 5 മിനിറ്റിൽ പ്രൈസ്. അതുപോലെ ഒരു EMA ടച്ച് ചെയ്യാത്തൊരു ക്യാൻഡിൽ നമുക്ക് വേണം. അതിന്റെ ഹൈ ആൻഡ് ലോ, അത് ക്യാൻഡിൽ കളർ നമ്മൾ നോക്കുന്നില്ല, ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുക. ഹൈ ആൻഡ് ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ലോ മാർക്ക് ചെയ്യുക. ലോ ആണ് നമ്മുടെ എൻട്രി. ഇപ്പോൾ മുകളിൽ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഫർ ഇടാം. ആ ബഫർ ഇപ്പോൾ ഇട്ടില്ല, ഇത് സ്റ്റോപ്പ് ലോസ് ആണ്. ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ ഏതായാലും സ്പ്രെഡും കൂടി ആയിട്ടാണ് സ്റ്റോപ്പ് ലോസിന്റെ പോയിന്റ് ഇട്ടിരിക്കുന്നത്. കാരണം സ്പ്രെഡും കൂടി ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്പ്രെഡും കൂടിയും അതിലുണ്ടാവും. അതുകൊണ്ട് ആ സ്പ്രെഡും കൂടിയും ഉൾപ്പെട്ടിട്ടായിരിക്കും ഞാൻ ഇവിടെ SL വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ എടുക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു എൻട്രി വന്നിട്ടുണ്ട്, ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ആ എൻട്രി നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ആണ് അല്ലേ, നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എല്ലാ ടാർഗറ്റും നമുക്ക് വേണമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു എൻട്രി ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു. അതിനുശേഷം വരുന്ന ക്യാൻഡിൽ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അപ്പോഴേക്കും ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു, ബോട്ട് ചെയ്തപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു. പക്ഷെ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, എന്നിട്ടാണ് മുകളിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഓർഡർ ക്യാൻസൽ ആവും ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ നമ്മൾ 100% മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കായി എടുക്കുന്ന ബോട്ടാണത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓക്കെ, ഇത് നമ്മൾ ഇപ്പൊ ഗോൾഡിലാണ് നോക്കിയാൽ ഗോൾഡിൽ ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ ഇതുവരെ ഏകദേശം ഒരു 2-3 എൻട്രി ഇട്ടുണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ എല്ലാ സമയത്തും നമുക്ക് കൺസോൾട്ടേഷൻ വരുമ്പോൾ അവിടെ SL ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും ബെറ്റർ ആണ് സെല്ലിങ്ങിന്. ഞാൻ നോക്കുമ്പോൾ സെല്ലിങ്ങിന് ഏറ്റവും പറ്റിയ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ഫോറക്സിൽ ഗോൾഡിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് ലണ്ടന്റെ കിൽ സോൺ ആരംഭിച്ച് ഏകദേശം 4:30 വരെ, വൈകുന്നേരം 4:30 PM വരെ, AM 11:30 AM മുതൽ 4:30 PM വരെയൊക്കെയാണ് ഏകദേശം ഓട്ടോമാറ്റിക് നമ്മൾ ഇടുകയാണെങ്കിൽ സെല്ലിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ബൈങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ 11:30 മുതൽ വൈകുന്നേരം ഒരു 9:30 PM വരെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്താണ്, ബൈയിങ് ഇത് നമ്മൾക്ക് ഗോൾഡിൽ നോക്കിയത്, ബൈയിങ്ങിലേക്ക് ഞാൻ വരാം. ഗോൾഡിൽ നോക്കിയാൽ BTCയിൽ നോക്കുകയാണെങ്കിൽ BTCയിലും ഈ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു 5 മിനിറ്റിന്റെ മുകളിലൊരു ക്യാൻഡിൽ ഉണ്ട്. അതിന്റെ ലോ ബ്രേക്ക് ചെയ്തു. എത്രയാണ് താഴേക്ക് പോകുന്നത്, 1:2 കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഉണ്ട്, അവൻ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ ഉണ്ട്, അവൻ താഴേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ഒരു വർക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ്.
പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോ ക്യാൻഡിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തു താഴേക്ക് പോന്നു, ലോ ബ്രേക്ക് ചെയ്തു താഴേക്ക് പോന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ MT5 ചാർട്ട് ഇതിലും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ചില ഇതിൽ ബ്രോക്കേഴ്സിന്റെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ ആ ബ്രോക്കറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ MT5 ചാർട്ടും ചെക്ക്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എന്താണ് സംഭവം ചോദിച്ചാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് EMA ലൈന്. അതിന് മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആണെങ്കിൽ നമ്മൾ എടുക്കൂല. അതിന് ശേഷം ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രീനോ റെഡോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു എൻട്രി പോയിന്റ് സെൽ എൻട്രി ഉണ്ടാവും, സെൽ സ്റ്റോപ്പ് ഇടും. അതിനുശേഷം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ്. ഇനി ഇത് എടുത്തില്ല, നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഈ എൻട്രി ഇങ്ങോട്ട് മാറ്റും, സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് മാറ്റും. നെക്സ്റ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ മാറ്റും. അതിനുശേഷം ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എൻട്രി നമുക്ക് കിട്ടും, ടാർഗറ്റ് നമുക്ക് കിട്ടും ചെയ്യും. ഇനി ബൈയിലേക്ക് വരികയാണെങ്കിൽ ബൈ എന്ന് പറഞ്ഞത് 15 മിനിറ്റിലാണ് ബൈ ഉള്ളത്, 50 മിനിറ്റിലാണ് ബൈ ഉള്ളത്. 50 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുള്ളിഷോ അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിലോ ഈ ഒരു EMA ടച്ച് ചെയ്യാതെ ഒരു ബൈയിങ് ക്യാൻഡിൽ ഉണ്ടാവണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു EMA ടച്ച് ചെയ്യാത്ത ഒരു ക്യാൻഡിൽ റെഡ് ഉണ്ട്, പക്ഷെ അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ല. നെക്സ്റ്റ് ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഹൈ നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക 15 മിനിറ്റിൽ കേട്ടോ. 15 മിനിറ്റിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ 1:2 1:3 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 1:5 ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻട്രി പോയിന്റ്. ഇനി ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൽ നമുക്ക് നോക്കാം എങ്ങനെയാണോ വന്നിരുന്നത്. ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ EMAക്ക് താഴെയാവണം നമ്മുടെ ക്യാൻഡിൽ. EMAക്ക് താഴെ EMA ടച്ച് ചെയ്യാത്ത ഒരു 50 മിനിറ്റിലെ ക്യാൻഡിൽ ഇതുപോലെ ഒരു ക്യാൻഡിൽ കിട്ടി. ആ EMA ടച്ച് ചെയ്തിട്ടില്ല. അതിന്റെ ഹൈ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു, എൻട്രി പോയിന്റ്. സ്റ്റോപ്പ് ലോസിന് നേരെ താഴെ നിങ്ങൾക്ക് മാനുവലായിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ മാനുവലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിന്റെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് 1:3 ആണ്. യെസ്, നമ്മൾ ടാർഗറ്റ് അടിച്ചു. അതുപോലെ തന്നെ ഇനി ബൈ വേറെ കിട്ടിയിട്ടുണ്ടോ നോക്കാം. അതാ ഇവിടെ ഒരു ബൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ EMA ടച്ച് ചെയ്യാത്ത ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡിൽ. ഇനി നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1:3 അടിച്ചിട്ടില്ലേ, അടിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിന് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത കളിയൊന്നുമല്ല, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലോസ് 1:3 കിട്ടിയിട്ടില്ല, 1:2 കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ബോട്ടാണെങ്കിൽ 1:2 ക്ലോസ് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള ബ്രേക്ക് ഈവൻ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട്. ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഫുൾ TP ആണ്. ഫുൾ TP എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് അടിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. SL അടിച്ചിട്ടുണ്ടാവും. കാരണം ഇത് മുകളിൽ പോയി ശേഷം ചിലപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ടാവും. എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ളതൊക്കെ 1:3 1:2 1:3 ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എനേബിൾ ആവാൻ പോകുന്ന ഒരു ഇത് ഇവിടെ ഉണ്ട് ഉണ്ടോ. ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് ഇപ്പോൾ EMA ലൈന് ടച്ച് ചെയ്യാത്ത ഒരു ഇത് ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതിന്റെ മുകളിലായിരിക്കും നമ്മൾ എൻട്രി പോയിന്റ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, 1:3 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ആണെങ്കിൽ 1:2 ആദ്യം ക്ലോസ് ആവും, ബാക്കിയുള്ളത് ബ്രേക്ക് ഈവൻ ആവും. പിന്നെ ബാക്കി ക്വാണ്ടിറ്റി എന്താവും, 1:3 മാറ്റും. അതാണ് ഇനി എന്ന് പറഞ്ഞാൽ ബോട്ട് കിട്ടുക. ഇനി നമ്മൾ MT5 നമുക്ക് എങ്ങനെയാണ് ആ ബോട്ട് നിങ്ങൾ കിട്ടുക എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ടെലിഗ്രാം ചാനൽ താഴെ കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ബോട്ട് ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. A to Z 5 EMA എന്ന് പറഞ്ഞിട്ട് ബോട്ട് ടെസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫയൽ കിട്ടും. അതിൽ സെറ്റിംഗ് ഫയലൊന്നും ഉണ്ടാവില്ല. സെറ്റിംഗ് ഫയൽ ഇപ്പോൾ ഞാൻ എന്താ സ്ട്രാറ്റജി വിശദീകരിച്ചു തന്നു. നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പെയറിലോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബൈ ആണെങ്കിൽ ബൈ മാത്രം എടുക്കാം, സെല്ല് ആണെങ്കിൽ സെല്ല് മാത്രം എടുക്കാം. ആ രീതിയിലായിരിക്കും അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു 5 മിനിറ്റും അതുപോലെ 15 മിനിറ്റും കോമ്പിനേഷനുള്ള ചെയ്യണം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ MT5 വരിക. MT5 വന്ന ശേഷം MT5 ഓപ്പൺ ചെയ്യാം. MT5 ഓപ്പൺ ചെയ്തിട്ട് ഫയൽ എന്ന് പറയുന്ന ഭാഗത്ത് പോവുക, ഓപ്പൺ ഡാറ്റ ഫോൾഡർ പോവുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് MQL പോവുക, പിന്നെ എക്സ്പേർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ A to Z 5 EMA ബോട്ട് ടെസ്റ്റർ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കോഡ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇതിൽ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും.
ബോട്ട് നിങ്ങൾക്ക് കാണാം. A to Z EMA, അതല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ നിന്ന് ഏത് പേരിലാണോ ഡൗൺലോഡ് ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ലൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ കാണിക്കും ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മാത്രം ഫയലാണ് എന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫ്രീ ആയിട്ട് തന്നെ എൻ്റെ റെഫറിലേക്ക് മാറിക്കഴിഞ്ഞാലോ റെഫറിൽ പുതിയ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാലോ അവർക്കെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ബോട്ടുകളും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് 3ാമത്തെ ബോട്ടാണ്. ബാക്കി മുമ്പുള്ള EMA 21 വെച്ചിട്ടുള്ള ബോട്ടും ഫ്രീ ആയിട്ട് കൊടുത്തു. അതുപോലെ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിൻ്റെ ഒരു ബോട്ടും അതും ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് റൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയ ശേഷം നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെന്റിലാണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ XAUSD ആണെങ്കിൽ XAUSD നടിക്കുക. ആ XAUSD നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ആ ഒരു ഗോൾഡിന്റെ ഇത് വേണം. അതിനുശേഷം നമ്മൾ പീരിയഡ് സെലക്ട് ചെയ്യുക, ഏത് മാസമാണ്. ഇപ്പോൾ ഈ മാസമാണെങ്കിൽ ഇവിടെ ഈ ലാസ്റ്റ് മന്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കസ്റ്റം പീരിയഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇൻപുട്ടിലാണ് ഇതിന്റെ ഫുൾ സെറ്റിംഗ്സ് വരുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട് സെറ്റിംഗ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചില ആൾക്ക് സെല്ലിംഗ് മാത്രമായിരിക്കും വേണ്ടത്, ചില ആൾക്ക് ബൈയിങ് മാത്രമായിരിക്കും. അതിന് രണ്ടും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റിംഗ്സ് ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രേഡ് ഡയറക്ഷൻ ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിങ്ങും അതുപോലെ ബൈയിങ്ങും എടുക്കുന്നതാണ്. സെല്ലും ബൈയും എടുക്കും. ഇനി ഞാൻ ചെയ്യാറെന്താ വെച്ചാൽ എനിക്ക് ഇതിൽ ഒന്നുകൂടി ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സെല്ലിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ലണ്ടൻ ടൈമിൽ ലണ്ടൻ കിങ്സോണായ 11:30 മുതൽ വൈകുന്നേരം 4:30 വരെ എനിക്ക് ഒരു കുറച്ചും കൂടി സൂട്ടബിൾ ആയി തോന്നിയ സെല്ലിങ്ങിലാണ്. അതുപോലെ രാവിലെ ഏഷ്യനിലും സെല്ലിങ് കുഴപ്പമില്ല. പിന്നെ ബൈയിങ് ആണെങ്കിൽ വൈകുന്നേരം ന്യൂയോർക്ക്, അതുപോലെ ലണ്ടനും ന്യൂയോർക്കും കൂടിയും ബൈയിങ്ങിൽ നല്ല ബെറ്ററാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താണെങ്കിൽ ഞാനിപ്പോൾ എന്താണ് സ്ട്രാറ്റജി പറഞ്ഞെന്നോ, അതുകൊണ്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ടൈം ഫ്രെയിം നിങ്ങൾക്ക് വേണം മാറ്റാം. ഇതിൻ്റെ ഒറിജിനൽ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതിൻ്റെ ഡിഫോൾട്ട് ടൈം ഫ്രെയിം സെല്ലിങ് 5 മിനിറ്റും ബൈയിങ് 15 മിനിറ്റുമാണ്. അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. അതിനുശേഷം ഫിക്സഡ് ലോട്ട് നിങ്ങൾ മിനിമം 0.02 എങ്കിലും എടുക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി 1:2 പിന്നീടുള്ളത് 1:3 1:4 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1:2 വെക്കണം. അല്ലെങ്കിൽ മിനിമം 0.02 വെക്കണം. അല്ലെങ്കിൽ 0.01 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പൊസിഷൻ ഇത് മാത്രമേ കട്ടാവുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വെക്കുന്നത് അവിടെയാക്കണം അത് അടിക്കാം. ഹൈ ആൻഡ് ലോ ബേസ്ഡാണ്. ഹൈ ആൻഡ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ലോ ആണ്. നമുക്ക് ബൈയിങ് ആണെങ്കിൽ ലോ ആയിരിക്കും അതിന്റെ ഇത് വെക്കുക. അതുപോലെ സെല്ലിംഗ് ആണെങ്കിൽ അതിന്റെ ഹൈ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുക. സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ചെറിയ ബഫർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പ്രെഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സ്പ്രെഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ബ്രോക്കറിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് സ്പ്രെഡ്, ആ സ്പ്രെഡ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ പിപ്പ് സൈസ് ഒക്കെ നോക്കിയ ശേഷം വേണം നിങ്ങൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ 0 ആ ഒരു ഡിഫോൾട്ടിൽ തന്നെ വെക്കാം. അതിനുശേഷം റിസ്ക് റിവാർഡ് നിങ്ങൾ വെക്കേണ്ടത്, നിങ്ങൾക്ക് പിപ്പ് സൈസും വെക്കാം റിസ്ക് റിവാർഡും വെക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന റിസ്ക് റിവാർഡാണ്. കാരണം നമുക്ക് എത്രയാണ് പിപ്പ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കാൻഡിൽ ബേസ് ആയിരിക്കും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് മാക്സിമം എത്ര RR നിങ്ങൾക്ക് വേണം. ഇപ്പോൾ 1:5 ആണെങ്കിൽ 1:5, 1:4 ആണെങ്കിൽ 1:4 അത് കൊടുക്കുക. ഞാൻ എടുക്കാറ് സാധാരണ 1:3 ആണ്. അതുകൊണ്ട് 1:3 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതൊന്നും കൊടുക്കേണ്ട. അതിനുശേഷം ഈ ടേക്ക് പ്രോഫിറ്റ് അത് പിപ്പ് വൈസ് ആവും മാത്രം കൊടുത്താൽ മതി. നമ്മൾ RR റിസ്ക് റിവാർഡ് ബേസ് ആണ് കൊടുക്കേണ്ടത്. 3 കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ മാജിക് നമ്പർ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് ലൈവ് ടെസ്റ്റ് ആകുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഒരു മാജിക് നമ്പർ മാറി കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഇയക്ക് കൺഫ്യൂഷൻ ആകും, ഏത് ഓർഡറാണ് നിങ്ങളത് ഫസ്റ്റ് എടുത്തതെന്ന് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് മാജിക് നമ്പർ മാറ്റി കൊടുക്കണം 2 ഇയകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞാൽ മാക്സിമം ബൈ ട്രേഡും സെൽ ട്രേഡും ഇതിൻ്റെ മാക്സിമം ഓർഡേഴ്സ് ആണ് വരിക. അപ്പോൾ മാക്സിമം 100 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് കൊടുക്കാം. അതോടെ ഡിഫോൾട്ട് 100 ആണ്, അത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പാർഷ്യൽ ക്ലോസ് ചെയ്യണോ, അഥവാ നിങ്ങൾക്ക് 50% 1:2 ക്ലോസ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് 1:2 50% ക്ലോസ് ചെയ്യുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ബ്രേക്ക് ഈവൻ ആവണം. നമുക്ക് ഈ 1:2 എപ്പോഴാണോ കട്ട് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ എനിക്ക് ബ്രേക്ക് ഈവനും ആവണം എന്നുള്ള ഒരു ഇത് കൊടുത്തത്. ബ്രേക്ക് ഈവൻ വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ഇവിടെ ഫോൾസ് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. കാരണം നമുക്ക് നമ്മൾ ഒരിക്കലും മാനുവലായിട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ 1:2 എത്തുമ്പോൾ എന്തായി, എൻ്റെ കോസ്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് നേരെ കോസ്റ്റിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇനി ട്രailing SL വേണമെന്നുണ്ടെങ്കിൽ
അപ്പോൾ 1:2 RR ബേസ്ഡ് ട്രെയിലിംഗ് എസ് എൽ ആണ്. 1:2 എത്തിയ ശേഷം നിങ്ങൾക്ക് 1:2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രൂ കൊടുക്കുക. 1:2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എത്ര പിപ്പിൻ്റെ ഗ്യാപ്പിൽ ഇപ്പോൾ XNSലൊക്കെ ആണെങ്കിൽ 100 പിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ $1 ഒരു പോയിന്റിന്റെ താഴെ ഇപ്പോൾ 3303 ആണെങ്കിൽ 3302 ട്രയൽ SL വരിക, SL കയറി വരിക. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് സെറ്റിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡെയിലി ഡ്രോഡൗണിൽ ക്ലോസ് ചെയ്യണോ, കാരണം ഡെയിലി ഡ്രോഡൗൺ ഇത്ര % ആയ എൻ്റെ അന്നത്തെ ട്രേഡ് ക്ലോസ് ആയി, അല്ലെങ്കിൽ ഇത്രയാണ് എൻ്റെ നമുക്കൊരു മണി മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡെയിലി പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര പ്രോഫിറ്റ് മതി, അതിന് ശേഷം വേണ്ട ട്രേഡുകൾ വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇനി ടൈം ലിമിറ്റേഷൻസ്, ഇവിടെ യൂസ് ടൈം ലിമിറ്റേഷൻ ഞാനിപ്പോൾ ഡിഫോൾട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫോൾസ് ആയിരിക്കും. ഇപ്പോൾ 24 hours പ്രവർത്തിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇനി ട്രൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് മാത്രമായിരിക്കും വർക്ക് ചെയ്യുക, അല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യില്ല. ഇവിടെ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും ഉണ്ട്. സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞത് 6 ഇപ്പോൾ GMT ടൈമിലായിരിക്കും ഈ ടെസ്റ്ററിൽ വർക്ക് ചെയ്യുക. ടെസ്റ്ററിൽ GMT ടൈമും നമ്മുടെ ലൈവില് നമ്മുടെ സിസ്റ്റത്തിൽ ഏതാണോ സമയം ആ സമയത്തായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 6 മണി എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് നമ്മുടെ 11:30 ലണ്ടന്റെ കിൽ സോൺ ആരംഭിക്കുന്ന സമയം. അതുപോലെ 11 എന്ന് പറയുമ്പോൾ നമുക്ക് 6 to 11 പറയുമ്പോൾ 4:30 വൈകുന്നേരം 4:30. അപ്പോൾ ഏകദേശം ആ സമയത്താണ് ഞാൻ സെല്ലിങ്ങിന് നമ്മൾ ലണ്ടനിൽ സെല്ലിംഗ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ബൈയിങ് ആണെങ്കിൽ ഇത് ഒരു 9:30 വരെ, ഏകദേശം 16 വരെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പല സമയത്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ഞാൻ എൻ്റെ സെറ്റിങ്സ് അല്ല ഇതിൽ കൊടുക്കുന്നത്. ഞാൻ സ്ട്രാറ്റജി പറഞ്ഞു, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് സുഭാഷിസ് 5 മിനിറ്റ് സ്ട്രാറ്റജി, EMA സ്ട്രാറ്റജി നോക്കി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്ക്രിപ്റ്റിലും ഫോറക്സിൽ ഏത് സ്ക്രിപ്റ്റിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് റെഡും വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീനും ആയിരിക്കും. ഇവിടെ ഈ ഒരു ബോട്ട് ഇതിന്റെ കാണിക്കും, ഇനാക്റ്റീവ് കാണിക്കും. ഓക്കെ, ആ രീതിയിലായിരിക്കും കാണിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 മിനിറ്റിന്റെ ചാർട്ടും 15 മിനിറ്റിന്റെ ചാർട്ടും ഇവിടെ കാണിക്കും. 5 മിനിറ്റിന്റെ ചാർട്ടിൽ 15 മിനിറ്റിന്റെ ചാർട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുക ചിലപ്പോൾ. അപ്പോൾ അത് നിങ്ങൾ ക്യാൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ക്യാൻഡിലിൽ അത് കാട്ടും. അപ്പോൾ 2 ചാർട്ടും വർക്ക് ചെയ്യും. കാരണം സെല്ലിങ്ങും ബൈയിങ്ങും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഇനി സെല്ലിംഗ് മാത്രമാണ് നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സെല്ലിങ്ങിന്റെ ചാർട്ട് മാത്രമായിരിക്കും. ബൈയിങ്ങിന്റെ ചാർട്ട് മാത്രമാണെങ്കിൽ ബൈയിങ്ങിന്റെ ചാർട്ട് നിങ്ങൾക്ക് ഓൺ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ബൈയിങ് ഉണ്ടാവും, സെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് നല്ലൊരു അടിപൊളി സ്ട്രാറ്റജിയാണ്, വർക്ക് ചെയ്യുന്ന അടിപൊളി സ്ട്രാറ്റജിയാണ്. ഏത് ഇൻസ്ട്രുമെന്റിലും ഏത് സ്ക്രിപ്റ്റിലും നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താഴെ. ടെലഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയത്തെ വീഡിയോ ഞാൻ ഇതിന്റെ എന്താ പറയുക, ഇത്ര വിന്നിംഗ് റേഷ്യോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയ സ്ട്രാറ്റജി ഒന്നല്ല, ഓൾറെഡി യൂട്യൂബിലുള്ള സ്ട്രാറ്റജി തന്നെയാണ്. അപ്പം നിങ്ങൾ ഇത് ചിലപ്പോൾ പരീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആയിട്ട് MT5 ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്ടോ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ബോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ A to Z ഫോറക്സ് ബോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ റെഫറിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഞാൻ ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു EMA 5 EMA ബോട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.